ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം നമ്മുടെ ഒപ്പം സ്റ്റിച്ചിങ് ഫാമിലി ഇപ്പോൾ 6.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടോപ്പും ബോട്ടവും കൂടെ ഉള്ള പെയറായിട്ടുള്ള നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടത്തില്ലേ, ഒരു റെഡിമെയ്ഡൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ടോപ്പിന് എടുത്തിരിക്കുന്ന മെറ്റീരിയലാണിത്. ഇത് ഞാൻ നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത്. 320 ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ലാഭം ഇതാണ് ഇത് തയ്ക്കുന്നത്. എന്തായാലും എൻ്റെ ഈ തുണി ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തതേ ഉള്ളൂ. ഇതാണ് ബോട്ടത്തിന് നമ്മൾ തയ്ക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് തുണി വാങ്ങണമെന്നുണ്ടെങ്കിൽ 2.5 മീറ്റർ ടോപ്പിനും പിന്നെ 1/2 മീറ്റർ നെക്കിനും സ്ലീവിനും വെക്കാനുള്ളതും കൂടെ ചേർത്ത് വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. കണ്ടില്ലേ, ഇതേപോലെ 2ആയിട്ട് മടക്കി. ഇനി നമുക്ക് ഇത് വീതിയിലൊന്ന് മടക്കണം. ഒന്നുകൂടെ നമുക്ക് ഇതേപോലെ വീതിയിലൊന്ന് മടക്കിയെടുക്കണം. കണ്ടോ? അപ്പോൾ സ്ലിറ്റഡ് ടോപ്പിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വീതി കുറഞ്ഞ് പൈസ കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നമുക്ക് തയ്ച്ചു പഠിക്കാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 45 ആണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 47 ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 320 തുണി ആയതുകൊണ്ടാണ് ഇത്രയും മിച്ചം വന്നത്. നമ്മൾ 2.5 മീറ്റർ എടുക്കുമ്പോൾ ഇത്രയും മിച്ചം വരത്തില്ലേ. എന്നിട്ട് ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ചെറിയ നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. റെഡിമെയ്ഡ് മോഡൽ ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിൽ നെക്ക് കുറച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷോൾഡർ 4 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. നെക്ക് 3ഉം ഷോൾഡർ 4ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ആം ഹോളും ഞാനിത് 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് നമുക്ക് 1.5 ഇഞ്ചാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഒത്തിരി ചുളിവുകൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആം ഹോള് വീണ്ടും 7 ഇഞ്ചിലേക്ക് ഇറക്കി മാർക്ക് ചെയ്യണം. കണ്ടോ? ഇതേപോലെ വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം സാധാരണ പോലെ തന്നെ ചെസ്റ്റ് വണ്ണം 10.5 ആണെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി 12.5 മാർക്ക് ചെയ്തു. ഇവിടെ 1.5 ഇഞ്ച് കർവ് ചെയ്ത് ഇതേപോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് 1/2 ഇഞ്ച് കുഴിച്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഷേപ്പ് ലെങ്ത് ആണ്. പിന്നെ സ്ലിറ്റ് ലെങ്ത്, ഷേപ്പിൻ്റെ ലെങ്ത് 13.5 പിന്നെ ഇവിടുത്തെ വണ്ണം 9. അതൊക്കെ സാധാരണ നിങ്ങൾ എടുക്കും പോലെ തന്നെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. സ്ലിറ്റിൻ്റെ വിരിവ് ഞാൻ 11.5 ആണ്. 1 ഇഞ്ച് കൂട്ടി 12.5 മാർക്ക് ചെയ്തു. താഴത്തെ വിരിവ് നമുക്ക് ടോട്ടൽ 13.5 കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചരിച്ച് ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന നമ്മൾ ബാക്കിൻ്റെ ലൈൻ വരച്ചില്ലേ, അതിലൂടെ നമ്മൾ കട്ട് ചെയ്യുക. മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തു. ബാക്ക് സൈഡിലെ പീസ് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് സൈഡ് കുഴിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് സൈഡ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവാണ്. അപ്പോൾ സ്ലീവിന് ഇത്രയും മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മതിയല്ലോ, ഇത്രയും വേണ്ട. ഞാൻ കുറച്ചുകൂടെ മടക്കി ഇട്ടു. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ ടോട്ടൽ 17 ആണ് എടുക്കുന്നത്. എന്നിട്ട് താഴേക്ക് നമുക്ക് 8.5 മാർക്ക് ചെയ്യാം. അവിടുന്ന് 3.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് കർവ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ. ഇനി നല്ല വശവും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴിച്ചെടുക്കാം. 1/2 ഇഞ്ച് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ഫ്രണ്ട് സൈഡ് അറിയാൻ വേണ്ടിയിട്ട് മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടോപ്പും സ്ലീവും കഴിഞ്ഞു. ഇനി ലൈനിങ് ആണ്. ഞാനൊരു 2.25 മീറ്ററിൻ്റെ ലൈനിങ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ അളക്കുന്ന കാണിക്കുന്നില്ല. ഇതുപോലെ നമ്മൾ നെക്കിനുള്ള പീസാണ് ഈ ലൈനിങ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതേപോലെ ഒരു പീസ് ഞാൻ മടക്കിയിട്ടു. അപ്പോൾ ഇവിടുത്തെ വീതി എന്ന് പറഞ്ഞാൽ നെക്ക് ഞാൻ എടുക്കുന്നത് 3 ആണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ ഡിസൈൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ഹാഫ് എത്രയാണോ അതെടുത്താൽ മതി. എനിക്ക് ഷോൾഡർ 4 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 1.5 ഇഞ്ച് മാത്രമേ വീതി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു 4.5 ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ട്. വീതി ഇറക്കവും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേഞ്ചസ് വരുത്താം. ഇറക്കം ഞാൻ 14 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഇഞ്ച് അകലം മാർക്ക് ചെയ്തു. നമുക്ക് ഷോളില്ലാതെ
ഇടാൻ പറ്റുന്ന ഒരു മോഡൽ കുർത്തിയാണ് കേട്ടോ. അതായത് നെക്ക് അധികം ഇറക്കാതെയും അധികം വൈഡാക്കാതെ നമ്മൾ ചെയ്യുന്ന ഒതുങ്ങിയ നെക്കാണ്. അപ്പോൾ ഇതാ ഇറക്കം ഞാനിവിടെ 6.5 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ വരച്ചു. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിത് കർവ് ചെയ്ത് റൗണ്ട് നെക്ക് കൊടുക്കാം. അതിനുശേഷം ഇത്രയും ആകുമ്പോൾ നിങ്ങൾക്കൊരു ഇടുങ്ങിയ പോലെ തോന്നുന്നുണ്ട് നെക്കെങ്കിൽ, കാരണം ബാക്കിലും ഇറക്കമില്ല ഫ്രണ്ടിലും അധികം ഇറക്കം ഉണ്ടാകത്തില്ല. ചെറിയൊരു കട്ട് പോലെ നമുക്കൊരു വി ഷേപ്പിൽ ഇവിടെ കൊടുക്കാം. ഇവിടെ ഒരു 1.5 ഇഞ്ച് താഴേക്ക് ഞാൻ ഇറക്കി 1/2 ഇഞ്ച് വീതിയും കൊടുത്ത് ഇതാ ഇവിടുന്ന് നമ്മളൊരു ചെറിയ വി ഷേപ്പ്. അപ്പം നമുക്ക് അധികം നെക്ക് ഇങ്ങനെ ഇടുങ്ങിയതായിട്ട് തോന്നത്തില്ല. ഇതാ ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഒരു 7 ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് പോകും. അന്നേരം 7.5 ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് പോയാലും നെക്ക് 7 തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് റൗണ്ട് ചെയ്ത് എടുക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് റൗണ്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ റൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പാണെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ മാർക്കിങ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ നമ്മൾ ആ റൗണ്ട് ഷേപ്പിലുള്ളത് കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം ആ വി ഷേപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ. അപ്പോൾ ഇത് ഞാനൊന്ന് നിവർത്തി കാണിക്കാം. ഇതാ കണ്ടോ, ഒതുങ്ങിയ നെക്കുമാണ്, എന്നാൽ വി ഷേപ്പ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. അപ്പോൾ ഈ ഒരു പീസിൽ നിന്ന് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ബോട്ടം പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം, അതിന് ശേഷം സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവരുത്, പിന്നെ തുണി തികയാതെ വരരുത്. അപ്പോൾ അതനുസരിച്ച് വേണം. എനിക്കിപ്പം 3.20 പീസ് ആയതുകൊണ്ട് ഒരുപാട് തുണിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, തികയും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൈൻസ് താഴേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനും ഡോട്ട്സും ഉള്ള തുണികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല എടുപ്പായിരിക്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇത് കട്ട് ചെയ്തു. ഇനി സ്ലീവിൻ്റെ എൻഡിലൂടെ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നെക്കിന് വി ഡിസൈൻ അല്ലേ കൊടുത്തത്, അപ്പോൾ അതുകൊണ്ട് സ്ലീവിനും വി പോലത്തെ ഒരു ഡിസൈൻ കൊടുത്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തുണി ഇതുപോലെ ഞാൻ മടക്കിയിട്ടു. എന്നിട്ട് ഒരു 2 ഇഞ്ച് വീതി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി ടോട്ടൽ 3 ഇഞ്ച് ഞാൻ വീതി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 3 ഇഞ്ചിന് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ കറക്റ്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആ തുമ്പെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം. ഈ ഭാഗവും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തു. ഇതേപോലെ സ്ലീവിൻ്റെ എൻഡിൽ വെക്കാനായിട്ട് നമുക്ക് 2 പീസാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടോ ഇതേപോലെ. അപ്പോൾ അതിങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരണം, അതാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. നമ്മൾ പാൻറ്റും സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ നെക്കിൻ്റെ പീസും സ്ലീവിൻ്റെ പീസും സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് നെക്ക് ബാക്ക് സൈഡ് നെക്ക് 3 ഇഞ്ചും ഞാൻ പറഞ്ഞില്ലേ താഴേക്ക് ഇറക്കം നമ്മൾ അധികം വെക്കുന്നില്ല, നമ്മൾ എപ്പോഴും ഇറക്കം വെച്ചിട്ടുള്ളല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തിൽ വ്യത്യസ്തമായിട്ടിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇറക്കം ഞാൻ ഒരു ഷോൾഡറിൻ്റെയും കൂടെ കൂട്ടിയിട്ട് 2 ഇഞ്ചാണ് എടുക്കുന്നത് മാക്സിമം. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നെക്കിൻ്റെ ഇറക്കം 1.5 ആയിരിക്കും വരുന്നത്. അപ്പോൾ നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം കേട്ടോ. ഞാനിതിപ്പം ഷോളില്ലാതാണെങ്കിലും നമുക്കൊന്ന് ഇട്ടുകൊണ്ട് കടയിലൊക്കെ നിൽക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മോഡൽ ചെയ്തേ ഉള്ളൂ. ഇതേപോലെയാണ് നമ്മുടെ ബാക്ക് നെക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ലൈനിങ് നമ്മൾ അടിഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസ് നമ്മളിതാ തുണിയിലേക്ക് വെച്ചിട്ട് നീട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ലോങ് സ്റ്റിച്ച് ചുമ്മാ ചെയ്തേക്കുകയാണ്. നമുക്കത് പിന്നീട് അഴിച്ചു മാറ്റാം. ഇതിലേക്ക് വെക്കുമ്പോൾ നമ്മൾ എന്തായാലും അഴിച്ചു മാറ്റുമല്ലോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡ് വേണം എടുക്കാനായിട്ട്. അതായത് ലൈനിങ് മുകളിൽ വരണം, നല്ല തുണി അടിയിലും വരുന്ന രീതിയിൽ നമ്മളിതുപോലെ തിരിച്ചിടുക. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ തയ്ച്ചിട്ട് നമ്മളിത് തിരിച്ച് ഇടുമ്പോൾ ഫ്രണ്ടിലേക്ക് ഇത് വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നീട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പിൻ ചെയ്യാം. കറക്റ്റ് നടുക്ക് വരണം കേട്ടോ, അല്ലെങ്കിൽ ആ നെക്ക് റൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ വിയും കൂടെ താഴെ വരുന്നത് കൊണ്ട് നമ്മളെപ്പോഴും തയ്ക്കുമ്പോൾ ഇത് ചരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര അഭംഗിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. മിഡിൽ പോയിൻ്റ് എപ്പോഴും മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ചെറിയ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ആ നെക്കിൻ്റെ ഒരു പോയിൻ്റൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റിച്ച് ചെയ്ത് തയ്ക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. നടുക്ക് വശവും നന്നായിട്ട്
സ്റ്റിച്ച് പോവരുത്. തൊട്ടരികിന് തന്നെ നമ്മൾ കട്ട് ചെയ്യണം. ചെറിയ കട്ടിങ് എല്ലാ ഭാഗത്തും നമുക്ക് കൊടുക്കണം. നെക്കിന് ഫുള്ളായിട്ട് ചെറിയ കട്ടിങ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൊടുത്തു. ഇനി ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിച്ചിടണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് എന്തെങ്കിലും സിസറോ എന്തെങ്കിലും വെച്ചിട്ട് ആ എൻഡ് ഭാഗം കറക്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മൾ തയ്ച്ചതും നീറ്റാണെന്നുണ്ടെങ്കിൽ ആ എൻഡ് ഭാഗം നല്ല ഷാർപ്പായിട്ട് തന്നെ ആ കോർണറൊക്കെ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കും, അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാകത്തില്ല. വി ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടണം. കണ്ടോ, ഇവിടെ വി നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് ലോങ് സ്റ്റിച്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതങ്ങ് അഴിച്ചു കളയാം. നല്ല സ്റ്റിച്ച് നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയിലേക്ക് തയ്ച്ചു പിടിപ്പിക്കണം. അതാ ഇതേപോലെ ഫുള്ളായിട്ട് ഞാൻ തയ്ച്ചു പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിത് കാണിക്കുന്ന അതേപോലെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഫുള്ള് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് നെക്ക് നമുക്ക് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അത് സാധാരണ രീതിയിൽ തന്നെ ലൈനിങ് ബാക്കിൽ വെച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിൽ തന്നെ തയ്ച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. അതിനുശേഷം ചെറിയ കട്ടിങ് നമുക്ക് നെക്കിന് കൊടുത്തിട്ട് നമുക്കിത് ഉള്ളിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമുക്ക് ഹെം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമ്മൾ ലൈനിങ്ങിലേക്ക് ഇത് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തുണി ഉയർത്തിയിട്ട് നമുക്കിത് ലൈനിങ്ങിലേക്ക് തയ്ച്ച് പിടിപ്പിക്കാം. ഇതാ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ നല്ല തുണിയും കൂടെ നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് സൈഡിൻ്റെ ലൈനിങ് പീസ് ഈ ഫ്രണ്ട് സൈഡിൻ്റെ ലൈനിങ്ങിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു പിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിൻ വെച്ചിട്ടൊന്ന് ചേർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. സ്പേസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ഷോൾഡർ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് പീസ് നമുക്ക് ലൈനിങ്ങുമായിട്ട് തയ്ച്ചു പിടിപ്പിക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും നീറ്റായിട്ട് തന്നെ ചെയ്യുക. ചിലരിതൊന്നും തയ്ച്ചു പിടിപ്പിക്കാനായിട്ട് മെനക്കെടാറില്ല, നേരെ തന്നെ ഷേപ്പ് ചെയ്യും. പക്ഷെ അന്നേരം ഈ ലൈനിങ് ഒക്കെ ചുളുങ്ങി കിടക്കും. ഇനി അടുത്ത നമുക്ക് സ്ലീവ് ചെയ്യാം. സ്ലീവ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. റോങ് സൈഡിൽ ഇതിലേക്ക് റൈറ്റ് സൈഡ്, ഈ പീസിൻ്റെ റൈറ്റ് സൈഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മിഡിൽ പോയിൻ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മിഡിൽ നിന്നും 2 വശത്തേക്കും നമുക്കൊരു 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. ഞാൻ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ ഇരുവശത്തേക്കും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. ഇതിങ്ങനെ തയ്യൽ തുമ്പാണ് കേട്ടോ, അത് നമ്മൾ തയ്ക്കണം. എന്നിട്ട് ഈ മിഡിൽ നിന്നും താഴേക്ക് ഒരു 1.5 ഒക്കെ നമുക്കിതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊന്ന് വി ഷേപ്പ് വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. തയ്ക്കാൻ അറിയില്ലെങ്കിൽ വി ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്ന അതേപോലെ തന്നെ 1/2 ഇഞ്ച് കൊണ്ടുവന്ന് തയ്ച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക. ഇവിടെ ചെറിയ സ്റ്റിച്ചേ ചെയ്യാവുള്ളൂ. എന്നിട്ട് വി പോലെ അത് തയ്ച്ചെടുക്കുക. വീണ്ടും 1/2 ഇഞ്ച് ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. 2 വശത്തേക്ക് 1/2 ഇഞ്ച് എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ്. എന്നിട്ട് ചെറിയ കട്ടിങ് കൊടുക്കും. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് തിരിച്ചിടുക. കണ്ടോ, 1/2 ഇഞ്ച് ടോട്ടൽ 1 ഇഞ്ചായി മാറി നമുക്ക് അവിടെ ഒരു ചെറിയ ഡിസൈൻ വരികയും ചെയ്യും. ഈ കോർണർ ഭാഗം നമ്മൾ നന്നായിട്ട് പിടിച്ച് ഒന്ന് വെക്കണം. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ അങ്ങ് ചുളുങ്ങി കിടക്കും കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കധികം ചുളുക്കം ഉണ്ടാവത്തില്ല. അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അയൺ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ചിലർക്ക് സ്റ്റിച്ച് ഇഷ്ടമല്ല, അവർ അയൺ ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം ചില സമയത്ത് നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതാ ഇത് കണ്ടില്ലേ, നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഭാഗം 1/2 ഇഞ്ച് വീതിയിൽ നമ്മളങ്ങ് തയ്ച്ചെടുക്കുകയാണ്. പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് തയ്ച്ച എങ്ങനെയെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. പിന്നെ സ്പീഡ് കൂട്ടിയാണെങ്കിലും കുറച്ചാണെങ്കിലും ഒക്കെ നമുക്ക് കാണാനുള്ള ഓപ്ഷൻസ് യൂട്യൂബിൽ തന്നെയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ കാണുക. അപ്പോൾ നമ്മൾ 2 സ്ലീവ് ഇതേപോലെ തന്നെ തയ്ച്ചെടുത്തു. നെക്കിൻ്റെ എൻഡിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രയാസമുള്ള ഭാഗം. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതേപോലെ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണെങ്കിൽ നെക്ക് നല്ല ഡീപ്പാവും, നമുക്ക് ഷോളില്ലാതെ പറ്റത്തില്ല. അതേസമയം ഈ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ ചെറിയ നെക്കുമാണ്. ആ ഒരു വി ഷേപ്പ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാക്കുകയും ചെയ്യും. നമുക്ക് ഷോളില്ലാതെ അത്യാവശ്യം ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്.
അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഞാൻ അടുത്ത ദിവസം തന്നെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ നൈറ്റി മെറ്റീരിയലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, അത്ര നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പുതിയ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയത്. പിന്നെ നമുക്ക് ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് മെസ്സേജ് ഇടുന്നതായിരിക്കും അടുത്ത ദിവസം വീഡിയോ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.